ഹായ്, നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് റിയാക്ട് JSലെ യൂസ് റെഫ് ഹുക്കിനെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പ്രോഗ്രാമിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ക്വാളിറ്റി വീഡിയോയ്ക്ക് കിട്ടണമെങ്കിൽ 1080pയിലോട്ടോ 720pയിലോട്ടോ ക്വാളിറ്റി സ്വിച്ച് ചെയ്യുക. നമുക്കപ്പം യൂസ് റെഫ് ഹുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ യൂസ് റെഫ് ഹുക്ക് എന്ന് പറയുന്നത് റെഫറൻസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. യൂസ് റെഫ് എന്നാണ് അതിൻ്റെ പേര്. അതിനർത്ഥം റെഫ് എന്ന് പറയുന്നത് റെഫറൻസിൻ്റെ ഷോർട്ട് ഫോമാണ്. യൂസ് റെഫറൻസ്. എന്താണ് ഈ ഹുക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഈ HTML എലമെൻറ്റുകളില്ലേ, HTML എലമെൻറ്റ്സിന് പല പ്രോപ്പർട്ടികളുണ്ട്. പ്രോപ്പർട്ടികളെന്ന് പറഞ്ഞാൽ ഓരോരോ സവിശേഷത എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രോപ്പർട്ടികളെ നമ്മൾ ഡയറക്റ്റ്ലി യൂസ് റെഫ് ഹുക്ക് വെച്ച് പിടിക്കും. എന്നിട്ട് അതിനെ യൂസ് റെഫ് ഹുക്ക് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി മാറ്റാൻ കഴിയും. HTML എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടി യൂസ് റെഫ് ഹുക്ക് വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്തിട്ട് അതിനെ നമ്മൾ യൂസ് റെഫ് ഹുക്ക് വെച്ച് മാറ്റാൻ കഴിയും. അതാണ് യൂസ് റെഫ് ഹുക്കിൻ്റെ അഡ്വാൻറ്റേജ്. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ യൂസ് റെഫ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. യൂസ് റെഫ് ഫ്രം റിയാക്ട്. പിന്നെ റെഫ് എല്ലാ HTML എലമെൻറ്റുകളിലേക്കും പാസ് ചെയ്യാൻ പറ്റത്തില്ല. റെഫ് ഡിവിൽ പാസ് ചെയ്യാൻ പറ്റും, ഇൻപുട്ടിൽ പാസ് ചെയ്യാൻ പറ്റും. ഏത് HTML എലമെൻറ്റുകളിൽ പാസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കൂടുതലും നമ്മൾ ഡിവിലും ഇൻപുട്ടിലും ഒക്കെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കോൺസ്റ്റ് നമുക്ക് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം. ഡിവ് റെഫ് എന്ന് കൊടുക്കാം. ഈ ഡിവ് റെഫ് എന്ന് കൊടുത്തിട്ട് യൂസ് റെഫ് വിളിക്കുക. നമ്മൾ ആദ്യത്തെ വാല്യൂ ജസ്റ്റ് നള്ള് പാസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. യൂസ് റെഫ് ഹുക്ക് വിളിച്ചിട്ട് നള്ള് പാസ് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇപ്പം എൻ്റെ ഈ ആപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിവ് ക്ലാസ് നെയിം ആപ്പാണ്. അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിവിലോട്ടാണ് ഇങ്ങനെ പാസ് ചെയ്യേണ്ടത്. റെഫ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഈ ഡിവ് റെഫ് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡിവ് റെഫ് പാസ് ചെയ്യുമ്പം ഈ ഒരു ഡിവില്ലേ, ഈ ഡിവിൻ്റെ പ്രോപ്പർട്ടികളിലേക്കുള്ള റെഫറൻസ് നമുക്ക് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ബട്ടൺ ഇടുന്നു. ബട്ടൺ, അതിനൊരു ഓൺ ക്ലിക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഓൺ ക്ലിക്കിലേക്ക് ഞാനൊരു ഫങ്ഷൻ പാസ് ചെയ്യുകയാണ്. ഹാൻഡിൽ ക്ലിക്ക്, അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കാവാനായിട്ടൊരു ഫങ്ഷൻ. അതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു റെഫില്ലേ, ഡിവ് റെഫ് എന്ന് പറയുന്ന ഈ റെഫ് ഞാൻ കൺസോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഹാൻഡിൽ ക്ലിക്ക് ഇതിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ബട്ടണിൻ്റെ ഓൺ ക്ലിക്കിൽ ഹാൻഡിൽ ക്ലിക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ക്ലിക്കിൽ ഈ ഡിവ് റെഫ് ഞാൻ കൺസോൾ ചെയ്തിട്ടുണ്ട്. ആ ഡിവ് റെഫ് നിങ്ങൾക്ക് കാണാം. ഈ ഡിവിലോട്ട് നമ്മൾ ആ റെഫ് പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഫ് ഇങ്ങനെ പാസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ. ഇനി ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോണം. ഇവിടെ എനിക്ക് ഒരു കൺസോൾ കിട്ടിയിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റാണ് കിട്ടിയേക്കുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത്, അതായത് ഇതാണ് നമ്മൾ കൺസോൾ ചെയ്തേക്കുന്നത്, അത് നമ്മൾ ഈ ഡിവിലോട്ട് പാസും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ആരോ ഞെക്കിക്കഴിഞ്ഞാൽ അത് വലുതാവും. കണ്ട, അത് വലുതായിട്ട് അതൊന്നും കൂടി വലുതാക്കി കഴിഞ്ഞാൽ ആ ഡിവിൻ്റെ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ട, ക്ലാസ് നെയിം ഉണ്ട്, ആപ്പ്. ഇവിടെ കണ്ട ക്ലാസ് നെയിം ആപ്പ്. ഇതേതാ? ഈ ക്ലാസ് നെയിമാണ്. അങ്ങനെ എല്ലാ പ്രോപ്പർട്ടികളിലേക്കും നമുക്കിപ്പോൾ ഡയറക്റ്റ്ലി ആക്സസ് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ്ലി ആക്സസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് മാറ്റാൻ കഴിയും. അത് ഞാൻ കാണിച്ചു തരാം.
ഞാൻ ഇൻഡെക്സ് ഡോട്ട് സി എസ് എസിലോട്ട് പോയിട്ട് ഞാൻ ഇവിടെ ഒരു പുതിയൊരു സ്റ്റൈൽ എഴുതുകയാണ്. ന്യൂ സ്റ്റൈൽ എന്നും പറഞ്ഞ് ഞാനൊരു സ്റ്റൈൽ എഴുതുവാണ്. അതിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് റെഡും വിഡ്ത്ത് 400 പിക്സലും ഹൈറ്റ് 500 പിക്സലും ആക്കുന്നു. ന്യൂ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സംഭവം. എന്തിൻ്റെ അകത്ത്? ഇൻഡെക്സ് ഡോട്ട് സി എസ് എസ് സി. ഇൻഡെക്സ് ഡോട്ട് സി എസ് എസ് സി നമ്മൾ സ്റ്റൈൽ എഴുതിയാൽ അത് മൊത്തം ആപ്ലിക്കേഷനിൽ കിട്ടും. എന്നിട്ട് ഞാൻ ആപ്പ് ഡോട്ട് ജെ എസിൻ്റെ അകത്ത് ഇവിടെ ഞാൻ കൺസോൾ ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ div ref ഡോട്ട് കറണ്ട് എന്ന് കൊടുക്കണം. കറണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഏത് പ്രോപ്പർട്ടി ആണോ മാറ്റേണ്ടത് അത് നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ മാറ്റാൻ പോകുന്നത് ക്ലാസ് നെയിമാണ്. ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്നിട്ട് ഈ ന്യൂ സ്റ്റൈൽ എന്നുള്ളത് അങ്ങോട്ട് കൊടുക്കാൻ പോവാം. അതായത് റെഫ് വെച്ചിട്ട് യൂസർ ഓഫ് ഹുക്ക് വെച്ചിട്ട് ഈ ഡിവിൻ്റെ റെഫറൻസ് എടുത്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി ഞാൻ മാറ്റി കൊടുക്കുക. അപ്പോൾ div ref ഡോട്ട് കറണ്ട് ഡോട്ട് ക്ലാസ് നെയിം ഈക്വൽ ടു ന്യൂ സ്റ്റൈൽ എന്നാക്കി. ഇപ്പം നമുക്ക് കാണാം, കണ്ടറിയാം കോശി എന്താ നടക്കുന്നതെന്ന്. ഓക്കെ, ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹാൻഡിൽ ക്ലിക്ക് വർക്കാകും. ഹാൻഡിൽ ക്ലിക്കിൽ നമ്മൾ യൂസർ ഓഫ് ഹുക്ക് വെച്ചിട്ട് ഇതിൻ്റെ ക്ലാസ് നെയിം മാറ്റി കൊടുക്കുന്നുണ്ട്, ന്യൂ സ്റ്റൈൽ ആക്കുന്നുണ്ട്. ന്യൂ സ്റ്റൈലിൻ്റെത് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡും വിട്ടും ഹൈറ്റും 400 500 ഇപ്പം കണ്ടോണേ. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പം മാറിയത് കണ്ട. ക്ലിക്ക് ചെയ്തപ്പോൾ ഡിവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡായി, വിട്ടും ഹൈറ്റും 500 500 വെച്ചായി. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്യാം, അങ്ങനെ ആകും. അതാണ് യൂസർ ഓഫ് ഹുക്ക്. നമ്മളൊരു എലമെൻറ്റിൻ്റെ റെഫറൻസ് എടുത്തിട്ട്, റെഫറൻസ് എന്ന് പറയുമ്പം അതിൻ്റെ പ്രോപ്പർട്ടികളിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. ആ പ്രോപ്പർട്ടി നമുക്ക് യൂസർ ഓഫ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാൻ കഴിയും. ഇനി ഒരു സംഭവം കൂടി കാണിച്ചു തരാം. നമുക്ക് വേറെ ഒരു റെഫ് കൊടുക്കാം. കോൺസ്റ്റ് ഇൻപുട്ട് റെഫ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഇൻപുട്ട് റെഫ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കാവേ. ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് കൊടുത്താൽ ഈ ഇൻപുട്ട് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുമ്പം എല്ലാം മറ്റേ ബുള്ളറ്റേ വരത്തുള്ളൂ, കാണാൻ പറ്റത്തില്ല. കാരണം പാസ്വേഡ് ഫീൽഡ് ആയതുകൊണ്ട്. നെയിം ചുമ്മാ കൊടുക്കാം. നമ്മളൊരു ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ കണ്ട, ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് ആയതുകൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. ടൈപ്പ് ടെക്സ്റ്റ് ആണെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതിൻ്റെ റെഫില്ലേ, ഈ ഇൻപുട്ടിൻ്റെ റെഫിലേക്ക് ഞാൻ ഇൻപുട്ട് റെഫ് പാസ് ചെയ്യുന്നു. റെഫ് പാസ് ചെയ്താലേ അതിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ഇവിടെ വേറൊരു ബട്ടൺ കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ഷോ പാസ്വേഡ് എന്നും പറഞ്ഞൊരു ബട്ടൺ കൊടുക്കുന്നു. ഷോ പാസ്വേഡിൻ്റെ ഹാൻഡിൽ ക്ലിക്ക് ഞാൻ വേറെ എഴുതുക. കോൺസ്റ്റ് ഷോ പാസ്വേഡ്. ഇവിടെ എന്ത് ചെയ്യും? ഇൻപുട്ട് റെഫ് ഡോട്ട് കറണ്ട്, ഈ കറണ്ട് എന്നുള്ളത് ഉപയോഗിക്കണം, അപ്പോഴേ പ്രോപ്പർട്ടിയിലേക്ക് കിട്ടത്തുള്ളൂ. ഇൻപുട്ട് റെഫ് ഡോട്ട് കറണ്ട് ഡോട്ട് ടൈപ്പ് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കും? ടെക്സ്റ്റ് ആക്കി കൊടുക്കും. ഇവിടെ ഞാൻ യൂസർ ഓഫ് ഹുക്ക് വെച്ചിട്ട് ഇൻപുട്ട് റെഫിൻ്റെ കറണ്ട് ഡോട്ട് ടൈപ്പ്, അതായത് ആ ഇൻപുട്ടിൻ്റെ ടൈപ്പ് പാസ്വേഡിൽ നിന്ന് ഞാൻ ടെക്സ്റ്റ് ആക്കി മാറ്റുക. ടെക്സ്റ്റ് ആക്കി മാറ്റുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്യുന്ന വിസിബിൾ ആകും.
എന്നിട്ട് ഈ ഷോ പാസ്വേഡ് എടുത്തിട്ട് ഈ ഹാൻഡിൽ ക്ലിക്കിൻ്റെ അവിടെ ഞാൻ പാസ് ചെയ്യുവാണ്, അഥവാ ഓൺ ക്ലിക്കിൻ്റെ അവിടെ പാസ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്താകും, ഡിവിൻ്റെ റെഫ് നമ്മൾ മാറ്റുന്നതുകൊണ്ട് ചുമലയാകും. റീലോഡ് ചെയ്യുക. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു, ഒന്നും കാണുന്നില്ല. കാരണം ഇവിടെ എന്തുവാണ്, ഇൻപുട്ട് ടൈപ്പ് ഞാൻ കൊടുത്തേക്കുന്നത് പാസ്വേഡാണ്. അതിലോട്ട് നമ്മൾ ഇൻപുട്ട് റെഫ് പാസും ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ ആ ഇൻപുട്ട് റെഫിൻ്റെ ടൈപ്പ് നമ്മൾ ടെക്സ്റ്റാക്കി മാറ്റുന്നുണ്ട്. ഞാനിവിടെ ഷോ പാസ്വേഡ് ക്ലിക്ക് ചെയ്താൽ ഇത് ഇത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഷോ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പം ഇൻപുട്ട് റെഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റാക്കി മാറ്റി. അപ്പോൾ അത് കാണാൻ പറ്റും. ഇവിടെ ആദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നില്ല, ഷോ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പം അത് കണ്ടു. ഇവിടെ ക്ലിക്ക് ചെയ്തു, മാറി. ഇതാണ് നമ്മുടെ യൂസ് റെഫ് ഹുക്ക്. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള, നമുക്ക് ഒത്തിരി ഉപയോഗിക്കേണ്ടി വരുന്നൊരു ഹുക്കാണ്. ഒരു HTML എലമെൻറ്റിലേക്ക് ഡയറക്റ്റ്ലി റെഫറൻസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ മാറ്റാൻ കഴിയും. എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഈ റെഫ് കൺസോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ യൂസ് റെഫ് ഹുക്ക് പഠിച്ചു. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലത്തെ പ്രോഗ്രാമിംഗ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.